അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. അതിന് പരലോകത്തെ സാധ്യമുള്ളൂ. മുഅ്മിനീങ്ങൾക്ക് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുവാൻ കഴിയും എന്നത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നാൽ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിൻ്റെ കലാം, സംസാരം നമുക്ക് കാണുവാനുള്ള, മനസ്സിലാക്കുവാനുള്ള വലിയ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി വളരെ എളുപ്പത്തിലാണ് അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹു ആ കാര്യം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നാം ഈ ഖുർആനിനെ എളുപ്പത്തിലാണ് അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. എളുപ്പത്തിലാണ് ഈ ഖുർആൻ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് പഠിക്കുന്ന ആളുകൾക്ക്, പഠിതാക്കൾക്ക് വേഗം മനസ്സിലാക്കാവുന്ന ശൈലിയിൽ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. അത് ചിന്തിക്കുന്ന ആളുകളില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, മാനവരാശിക്ക് മാർഗദർശനമായി അവതരിപ്പിച്ച ഈ ഖുർആൻ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകാവുന്ന രൂപത്തിലാണ് അള്ളാഹു അവതരിപ്പിച്ച് തന്നിട്ടുള്ളതെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മുടെ ഉമ്മത്ത്, ഈ സമുദായം വളരെയേറെ അകന്നിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഖുർആൻ സാധാരണക്കാരായ ആളുകൾ പഠിക്കാൻ പാടില്ല എന്ന് ഈ സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്ന പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ ഇറക്കാൻ പാടില്ല, പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന്. അതിനെതിരെ പുസ്തകങ്ങൾ വരെ ഈ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, പണ്ഡിതന്മാർ ഇറക്കിയിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ ഖുർആനിന് പകരം പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഖുർആൻ പഠിക്കുന്നതിന് പകരം, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പകരം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ ഉപ്പുപ്പമാർ പാരായണം ചെയ്തിരുന്നത് മാലകളായിരുന്നു. മാല, മൗലിദ് ഗ്രന്ഥങ്ങളായിരുന്നു അന്ന് പാരായണം ചെയ്തിരുന്നത്. വിശുദ്ധ ഖുർആനേക്കാളും മഹത്വമുള്ള ഗ്രന്ഥങ്ങളായിട്ടാണ് ആ ഗ്രന്ഥങ്ങളെ ഈ സമുദായം കണ്ടുകൊണ്ടിരുന്നത്. വൈകുന്നേരം ആ മാലകളാണ് സന്ധ്യയായാൽ പാടിക്കൊണ്ടിരുന്നത്. അത്രയും അവഗണനയായിരുന്നു വിശുദ്ധ ഖുർആനോട് ഈ സമുദായം കാണിച്ചിരുന്നത്. അവിടെ ആ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആനും സുന്നത്തും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, അവർ ഈ സമുദായത്തിൽ പ്രബോധനം നടത്തി. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട്, ആ വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവർ പ്രബോധനം ചെയ്തു. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അന്ന് അതിനെ ഖുർആനിനെ ക്ലാസ്സിലാക്കിയെന്നും പറഞ്ഞ് ഈ ആളുകൾ ആക്ഷേപിച്ചു. വിശുദ്ധ ഖുർആൻ പഠന ക്ലാസുകൾ ഇവിടെ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ ഈ സംഘടനയുടെ കീഴിൽ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ ഇന്ന് കേരളത്തിലുടനീളം ഒരുപാട് ഖുർആൻ പഠന കേന്ദ്രങ്ങളുണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അക്ഷരങ്ങൾ അറിയാത്ത ആളുകൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് ഈ പഠനം ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ
അധ്യായങ്ങളും അതുപോലെ തന്നെ ഹദീസുകളും ഹദീസിൻ്റെ പ്രാധാന്യവും പഠിപ്പിക്കുന്ന ഈ കേന്ദ്രങ്ങൾ ഇന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ ധാരാളമുണ്ട്. നമ്മുടെ ഈ പരുത്തിക്കുഴി പ്രദേശത്തും ഈ സലഫി മദ്രസയിൽ വർഷങ്ങളോളമായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ അംബിയാ ആണ് ഇന്നിപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രയാസകരമായ ഒരു കാര്യം, ഇവിടുത്തെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, ഈ ഗൗരവം ഉൾക്കൊണ്ട ആളുകൾ പോലും വിശുദ്ധ ഖുർആൻ പഠന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതാണ്. കൃത്യമായി ക്ലാസ്സുകളിൽ ഹാജരാകുന്നില്ല. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ. ഖുർആൻ അത് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഫമൻ അഅറള അൻ ദിക്രി, എൻ്റെ ദിക്ർ ആകുന്ന ഈ ഖുർആനിൽ നിന്ന് ആരെങ്കിലും അതിനോട് അവഗണന കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്, അവന് ഫഇന്ന ലഹു മഈശത്തൻ ളങ്ക, ഇടുങ്ങിയ കുടുസായ ഒരു ജീവിതമായിരിക്കും അവന് ഉണ്ടാവുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, അത് പഠിപ്പിക്കുന്ന സദസ്സുകളിൽ ഇരിക്കുമ്പോൾ, അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അതൊരു പരിഹാരമായി മാറുന്നു, ജീവിതത്തിന് ആശ്വാസമേകുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ കടന്നു വരുന്ന ഒരു സ്ഥലമാണ് ഖുർആൻ പഠന കേന്ദ്രങ്ങൾ. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഈ സന്ദർഭത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ മുഖ്യ ക്ലാസ് എടുക്കുന്ന പ്രഭാഷകന് സമയം കിട്ടേണ്ടതുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഈ ആമുഖ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സിൽ QHLS-ൽ ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും എല്ലാ സഹോദരങ്ങളും പങ്കെടുത്ത് ആ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ഈ അവസരം അത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ഒരു കൂടിച്ചേരൽ സ്വാലിഹായ ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.